നമസ്കാരം. പ്രധാന വാർത്തകൾ. റഷ്യയിൽ മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ യുവതി ഉൾപ്പെടെ 2 പ്രതികളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് പിടിയിലായത് കോഴിക്കോട് സ്വദേശിനി ഫിദ ഫാത്തിമയും മലപ്പുറം സ്വദേശി അഹമ്മദ് അജ്നാസും. അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരത്തിൽ 6 കോടി തട്ടിപ്പ് നടത്തിയതായും കൂടുതൽ പരാതികൾ വരാൻ സാധ്യതയുണ്ടെന്നും പോലീസ്. വാണിയംകുളത്ത് CPM DYFI പ്രവർത്തകരുടെ ആക്രമണത്തിനിരയായ മുൻ DYFI നേതാവിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. മർദ്ദനമേറ്റ വിനേഷിന്റെ തലച്ചോറിൽ തീവ്രമായ രക്തസ്രാവമുണ്ടായിരുന്നുവെന്ന് ന്യൂറോ സർജൻ. വാണിയംകുളത്ത് വിനേഷിനു നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയകുമാർ. അക്രമം കടും കൈയായിപ്പോയെന്നും പ്രതികളെ പാർട്ടി സംരക്ഷിക്കില്ലെന്നും വിശദീകരണം. DYFI നേതൃത്വത്തിലെ മികച്ച പ്രവർത്തകനാണ് വിനേഷെന്നും പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന ആളാണെന്നും എവിടെയാണെങ്കിലും ക്രിമിനൽ സ്വഭാവം അംഗീകരിക്കാൻ കഴിയില്ലെന്നും CPIM നേതാവ് PK ശശി. വിനേഷിനെ ആക്രമിച്ച CPM DYFI പ്രവർത്തകരായ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ്. ക്ഷീരകർഷകരുടെ ഉന്നമനത്തിനായി സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയായ പാലക്കാട് ക്ഷീരമേഖലയിൽ വിപ്ലവകരമായ മുന്നേറ്റമാണ് നടത്തുന്നതെന്നും മന്ത്രി. ജില്ലാ ക്ഷീരകർഷക സംഗമം തേങ്കുറിശ്ശിയിൽ സമാപനം. ശബരിമല സ്വർണ്ണപ്പാളി മോഷണം. KPCC ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപക പ്രതിഷേധം. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല. കലുങ്ക് സംവാദം പരിപാടിയിൽ വിവാദ പരാമർശങ്ങൾ ആവർത്തിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നപുംസക പരാമർശത്തിനു പിറകെ സിനിമാ ഡയലോഗ് മാതൃകയിലുള്ള പരാമർശങ്ങളും വിവാദമാകുന്നു. കേന്ദ്രമന്ത്രിയുടെ പരാമർശങ്ങൾക്കെതിരെ പാലക്കാട് നഗരത്തിൽ കോൺഗ്രസ് പ്രതിഷേധം. മങ്കര പഞ്ചായത്തിലെ വികസന സദസ്സിൽ നിന്നും വിട്ടുനിന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും UDF അംഗങ്ങളും. കേരളം ഏത് രംഗത്ത് നോക്കിയാലും ഒന്നാമതാണെന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ജനങ്ങളെ ചേർത്തുപിടിച്ച സർക്കാരാണ് ഇതെന്നും പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V സേതുമാധവൻ. വികസന മുരടിപ്പെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം വരെ സമരം നടത്തിയവരാണ് വികസന സദസ്സ് നടത്തുന്നതെന്നും വികസനത്തിന് താൻ എതിരല്ലെന്നും മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ്. ഷൊർണൂർ നഗരസഭയ്ക്ക് ഭവന നിർമ്മാണ പദ്ധതിക്കായി 25 സെന്റ് സ്ഥലം സംഭാവന നൽകി പരുത്തിപ്ര ചേത്തലമനയിൽ ഡോക്ടർ CM നീലകണ്ഠനും ഭാര്യ KP ശ്രീദേവിയും. ലൈഫ് മിഷന്റെ മനസ്സോടിത്തിരി മണ്ണ പദ്ധതിയിൽ സംഭാവനയായി ലഭിച്ച 25 സെന്റ് സ്ഥലത്ത് ഭവന പദ്ധതികൾക്ക് ഞായറാഴ്ച തറക്കല്ലിടും. നഗരസഭയ്ക്ക് സ്ഥലം നൽകിയതിൽ അതിയായ ചാരിതാർത്ഥ്യമുണ്ടെന്ന് CM നീലകണ്ഠൻ. വാർത്തകൾ വിശദമായി. റഷ്യയിൽ മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ യുവതി ഉൾപ്പെടെ 2 പ്രതികളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് സ്വദേശി ഫിദ ഫാത്തിമ, മലപ്പുറം സ്വദേശി അഹമ്മദ് അജ്നാസ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. അന്താരാഷ്ട്ര തലത്തിൽ പ്രതികൾ ഇത്തരത്തിൽ 6 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതായും കൂടുതൽ പരാതികൾ വരാൻ സാധ്യതയുണ്ടെന്നും പോലീസ് അറിയിച്ചു. പേലൂർ സ്വദേശിയുടെ പരാതിയിലാണ് പ്രതികൾ പിടിയിലായത്. റഷ്യയിലെ മോസ്കോയിലുള്ള സച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് പരാതിക്കാരിയുടെ ഉമ്മയുടെ കയ്യിൽ നിന്ന് 2022 പല തവണകളായി 15 ലക്ഷത്തോളം രൂപ ഇരുവരും ചേർന്ന് കൈപ്പറ്റി. പിന്നീട് പണം നൽകാതെയും സീറ്റ് നൽകാതെയും വർഷങ്ങളായി കബളിപ്പിക്കുകയും ചെയ്തെന്നാണ് കേസ്. അന്താരാഷ്ട്ര തലത്തിൽ പ്രതികൾ ഇത്തരത്തിൽ 6 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതായും സംഭവത്തിൽ കൂടുതൽ പരാതികൾ വരാൻ സാധ്യതയുണ്ടെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാണിയംകുളത്തെ അക്രമം. ഗുരുതരാവസ്ഥയിലുള്ള വിനേഷിനെ പരിചരിക്കുന്ന ന്യൂറോ സർജൻ ഡോക്ടർ ബിജു C ജോസ് മാധ്യമങ്ങളെ കണ്ടു. വിനേഷിന്റെ തലച്ചോറിൽ തീവ്രമായ രക്തസ്രാവം ഉണ്ടായിരുന്നുവെന്ന് ഡോക്ടറുടെ പ്രതികരണം. യുവാവ് ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവാവ് ഇപ്പോഴും അബോധാവസ്ഥയിൽ നിന്ന് മോചിതനായിട്ടില്ലെന്ന് ചികിത്സിക്കുന്ന ന്യൂറോ സർജൻ ഡോക്ടർ ബിജു C ജോസ് പ്രതികരിച്ചു. 48 മണിക്കൂർ നിർണായകമാണ്. മൂർച്ചയുള്ള ആയുധം കൊണ്ട് അടിച്ചതിന്റെ ലക്ഷണങ്ങൾ ശരീരത്തിലില്ല. ശരീരത്തിലെ പരിക്കുകൾ നിലത്തു വീണത് മൂലമുണ്ടായതാണെന്ന് പറയാനും കഴിയില്ല. ഇടത്തെ കണ്ണിനു ചുറ്റും കറുത്ത തടിപ്പുണ്ട്. ശരീരത്തിൽ ചിലയിടങ്ങളിൽ ചതവ്, കൈകളിൽ ഉൾപ്പെടെ നഖം കൊണ്ട പാടുകൾ എന്നിവ കാണാനുണ്ട്. ശരീരത്തിൽ പുറമേക്ക് കാണത്തക്ക വിധത്തിൽ വലിയ മുറിവുകളോ പരിക്കുകളോ ഇല്ല. തലക്കേറ്റ ആന്തരിക ക്ഷതമാണ് ഗുരുതരാവസ്ഥയ്ക്ക് കാരണം. ഒരു 48 hours പിടിക്കും നമ്മൾ ഒരു കറക്റ്റ് ഒരു സ്ഥിതി പറയണമെങ്കിൽ. അറ്റ് പ്രസൻറ്റ് ആള് വെന്റിലേറ്ററിൽ സപ്പോർട്ടിലാണ്. മെഡിക്കേഷൻസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. വന്നപ്പോൾ ആൾക്ക് തലയിൽ ഇത്ര വലിയ ബ്ലീഡിംഗ് ഉള്ള കാരണം വളരെ ഹൈ പ്രഷറായിരുന്നു. 210 സിസ്റ്റോളിക് പ്രഷർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ തലയിൽ പ്രഷർ അധികമുള്ള കാരണം നമ്മുടെ ബോഡി പ്രഷറിന് കൂടുന്നതാണ്. അപ്പോൾ അത് സർജറി ചെയ്തതിന് ശേഷം ഇറ്റ് ഇസ് അണ്ടർ കൺട്രോൾ. പരിക്കുകൾ സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്ന് പറയും. എന്ന് പറയുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ പുറമേ ആയിട്ട് തലയൊട്ടിൻ്റെ ഇടയ്ക്കായിട്ട് താഴെയായിട്ട് വലിയ ഒരു ബ്ലീഡിങ് ആണ്.
അപ്പൊ അത് ബ്രെയിനിനെ നല്ല കംപ്രസ് ചെയ്ത കാരണമാണ് അവന്റെ ബോധം തന്നെ പോയത്. ചെറിയൊരു ബ്ലീഡിങ്ങിനൊന്നും ബോധം പോവില്ല. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം എക്സ്റ്റേണൽ ആയിട്ട് വലിയ മുറിവുകളൊന്നും ഇല്ല. അത് ഉള്ളിലാണ് പറ്റിയത്. എന്ന് പറയുമ്പോൾ ഷാർപ്പ് ഓബ്ജക്ട്സ് കൊണ്ട് അടിച്ചതിന്റെ ഒരു സൂചനകളൊന്നും ഇല്ല. എന്നാൽ ചെറിയ ചെറിയ മുറിവുകളുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഫോറാമിലൊക്കെ സ്കിൻ മാർക്സ് കാണാൻ പറ്റും, നെയിൽ മാർക്സ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇടത്തെ കണ്ണിന് ചുറ്റും ഒരു ചെറിയൊരു കറുപ്പ് കാണുന്നുണ്ട്. പിന്നെ അത് മേ ബി നമുക്കറിയില്ല. ലീഗൽ പരമായിട്ടുള്ള കാര്യങ്ങളും കാര്യമായിട്ട് ഒന്നും ഈ ബ്രെയിൻ അല്ലാണ്ട് വേറെ എവിടെയും ഒരു മേജർ ഇഞ്ചുറീസ് കാണുന്നില്ല. പക്ഷെ ചെറിയ ചെറിയ ഇതുണ്ട്. ഇപ്പൊ ലെഫ്റ്റ് ആംമിൽ വന്ന ഒരു ചതവ് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ലെഫ്റ്റ് കണ്ണിന്റെ ചുറ്റിയും ഒരു കറുത്ത ഒരു പാട് കാണുന്നുണ്ട്. സോ ഓബ്വിയസ് ആയിട്ടുള്ള വലിയ മുറിവുകളൊന്നും ഇല്ല, സ്റ്റിച്ച് ഇടാനുള്ള മുറിവ് പുറത്തില്ല. പക്ഷെ എല്ലാം ഇന്റേണൽ ഇഞ്ചുറീസ് ആണ്. താഴെ വീഴാണെങ്കിൽ നമ്മുടെ ഫോറഹെഡിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഭാഗങ്ങളിലാണ് മുറിവ് വരിക. ഇത് വന്ന് ഈ കണ്ണിന്റെ ചുറ്റുമാണ്. കണ്ണ് വന്ന് നമുക്കറിയാലോ കുറച്ച് ഉള്ളിലാണ്. അപ്പോൾ താഴെ വീണിട്ട് വരാനുള്ള ചാൻസ് കുറവാണ്. അത് മാത്രമല്ല, ഒരാൾ നല്ല ബോധത്തിലുണ്ടെങ്കിൽ നമ്മൾ താഴെ വീഴുകയാണെങ്കിൽ ആ റിഫ്ലക്സ് ആക്ഷനിൽ കൈ കൊണ്ട് നമുക്ക് പിടിക്കാനോ അതൊക്കെ പറ്റും. പക്ഷെ ആ കൈയിന്റെ ഉള്ളിൽ ഇഞ്ചുറീസ് ഒന്നുമില്ല. നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടാലും കോമാ സ്റ്റേജിൽ തുടരാനും സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസമാണ് മുൻ ഡിവൈഎഫ്ഐ നേതാവ് വിനേഷ് ആക്രമണത്തിനിരയായത്. സോഷ്യൽ മീഡിയ കമൻറ്റുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ CPM ഡിവൈഎഫ്ഐ നേതാക്കളാണ് വിനേഷിനെ ആക്രമിച്ചതെന്ന് പറയപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാണിയംകുളത്ത് വിനേഷിനു നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയകുമാർ. അക്രമം കടും കൈയായിപ്പോയെന്ന് അജയകുമാർ പ്രതികരിച്ചു. പ്രതികളെ പാർട്ടി സംരക്ഷിക്കില്ലെന്നും S. അജയകുമാർ വ്യക്തമാക്കി. പ്രതികൾക്ക് പാർട്ടി സംരക്ഷണം നൽകില്ലെന്ന് S. അജയകുമാർ പ്രതികരിച്ചു. പാർട്ടി ആക്രമണത്തിനിരയായ വിനേഷിനൊപ്പമാണ്. ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ സഹായങ്ങളും CPM ആണ് നൽകുന്നത്. ഉത്തരവാദികളായ ആളുകൾക്കെതിരെ എല്ലാ നടപടികളും സ്വീകരിക്കും. സംഘടനാ നടപടികളും അടിയന്തരമായി സ്വീകരിക്കും. CPM അക്രമത്തെ പ്രോത്സാഹിപ്പിക്കില്ല. ഇരയായവരുടെ കുടുംബവും ചെയ്തവരുടെ കുടുംബവും പാർട്ടിയുമായി ബന്ധമുള്ളവരാണ്. ഇത് പാർട്ടിയെ അതീവ ദുഃഖത്തിലാക്കുന്നുണ്ട്. CPMന്റെ സ്റ്റാൻഡ് ഇന്നലെ വ്യക്തമാക്കിയതാണ്. CPM DYFIക്കോ ഈ അറിഞ്ഞുകൊണ്ടുള്ള ഒരു അക്രമമല്ലാണ് നടന്നത്. തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളുടെ ഭാഗമായി ഏതോ ഫേസ്ബുക്കിലെ പോസ്റ്റും മറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം പ്രതികളുമായിട്ട് സംസാരിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. മാത്രമല്ല, ആക്രമണത്തിനിരയായ ആള് ICUവിലാണ്. അപ്പോൾ അത് തീരെ അദ്ദേഹത്തിന് സംസാരിക്കാനൊന്നും കഴിയാത്ത ഒരവസ്ഥയാണ്. പോലീസ് പറയുന്ന ഭാഷ്യം, അതോടൊപ്പം തന്നെ ചില മാധ്യമങ്ങളിൽ വന്ന ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താ പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, ഇത്തരം അതിക്രമങ്ങൾ ഫേസ്ബുക്ക്, ട്വിറ്റർ, അതുപോലെ തന്നെ വാട്സപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നവമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളും അതിക്രമങ്ങളും ആക്ഷേപങ്ങളും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ. പക്ഷെ ഇതിലേശം കടന്നുപോയി. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് CPM സ്വീകരിക്കില്ല. ഞങ്ങൾ പൂർണ്ണമായും ആക്രമണത്തിന് വിധേയനായ ബീച്ചിലൊപ്പമായിരിക്കും, ആ കുടുംബത്തോടൊപ്പമായിരിക്കും. അവരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ഇപ്പോൾ CPM പ്രവർത്തകരെ ആശുപത്രിയിൽ ഇന്നലെ ഈ സംഭവം ഞാൻ കഴിഞ്ഞ ഉടനെ തന്നെ അന്ന് മുതൽ ഈ നിമിഷം ഞാൻ സംസാരിക്കുന്നു വരുന്നു 2 ദിവസമായി ആശുപത്രിയിൽ അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം CPMന്റെ നേതാക്കളും പ്രവർത്തകരും ഉണ്ട്. CPM ആണ് ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ സഹായവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആക്രമണത്തിന് വിധേയത ആളുകളുടെ കുടുംബത്തോടൊപ്പം ഞങ്ങൾ. അതോടൊപ്പം തന്നെ ഇതിന്റെ ഉത്തരവാദികളായ നടപടി. പരിക്കേറ്റ യുവാവിന് ചികിത്സ നൽകാൻ പാർട്ടി ബാധ്യസ്ഥമാണ്. വിനേഷും പാർട്ടിയും തമ്മിലുള്ള നവമാധ്യമങ്ങളിലൂടെയുള്ള ഏതോ അഭിപ്രായ പ്രകടനങ്ങൾ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും S. അജയകുമാർ പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
ഡിവൈഎഫ്ഐ നേതൃനിരയിലെ മിടുക്കനായ ചെറുപ്പക്കാരനാണ് വിനേഷ് എന്നും പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന സ്വഭാവമാണ് വിനേഷിൻ്റേതെന്നും ആക്രമണം എവിടെയാണെങ്കിലും ക്രിമിനൽ സ്വഭാവം അംഗീകരിക്കാൻ കഴിയില്ലെന്നും മുൻ MLAയും CPM നേതാവുമായ PK ശശി പറഞ്ഞു. വിനേഷിനെ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു PK ശശി. ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അയാൾ എൻ്റെ 5 കൊല്ലക്കാലത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനത് പറയുന്നത്. ആ 5 കൊല്ലക്കാലത്തെ അനുഭവത്തിനിടയിൽ ഏറ്റവും മിടുക്കരായ ചെറുപ്പക്കാരിൽ ഒന്നാം നിരയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് വിനേഷ്. ഇനി യാതൊരു സംശയമില്ല. എല്ലാ മേഖലകളിലും ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഈ അടുത്ത ദിവസം ഞാൻ അറിഞ്ഞത് ഇവിടെ ഈ കേരളോത്സവത്തിൻ്റെ പരിപാടിയിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ചില ഉദ്ഘാടനങ്ങൾ, അംഗൻവാടി ഉദ്ഘാടനം, അതിൻ്റെ പരിപാടികളിലെല്ലാം അടുത്ത നാളിൽ തന്നെ വളരെ വളരെ ആക്റ്റീവായിട്ടുണ്ട്. എല്ലാ പരിപാടികളിലും ചുമതലപ്പെടുത്തിയ കാര്യങ്ങളിൽ അങ്ങേയറ്റം താല്പര്യത്തോടു കൂടി ഇടപെടുക, പിന്നെ പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ പ്രതികരിക്കുക എന്നുള്ളത് ദിനേഷിൻ്റെ ഒരു പൊതുവായ സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഞാൻ നല്ലൊരു മിടുക്കനായിട്ടുള്ള ചെറുപ്പക്കാരനാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രതിസ്ഥാനത്തുള്ളവർ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ലീഡർഷിപ്പുള്ള ആളുകളാണ്. അവർക്കെതിരെ നടപടി വേണമെന്നോ മറ്റോ എന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം? അല്ല, അതേപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഒറ്റക്കാര്യം പറയുന്നത്. ഞാനിതിൽ ഒരാളുടെയും പേരെടുത്ത് പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റക്കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ദുഃഖകരമായ സംഭവമാണ് നടന്നത്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. എവിടെയാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ക്രിമിനൽ പ്രവണതകൾ അംഗീകരിക്കപ്പെടരുത്, പ്രോത്സാഹിപ്പിക്കപ്പെടരുത്. ക്രിമിനലിസത്തിനെതിരായിട്ടുള്ള ശക്തമായ ഒരു നിലപാട് തന്നെ സ്വീകരിക്കും. വാണിയംകുളത്ത് വിനേഷ് എന്ന യുവാവിനെ ആക്രമിച്ച CPM DYFI പ്രവർത്തകരായ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് ആവശ്യമുന്നയിച്ച വാണിയംകുളം നഗരത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രകടനം നടത്തി. ഗ്രാമപ്രദേശങ്ങളിൽ CPM നേതൃത്വത്തിലുള്ള അക്രമി സംഘങ്ങളെ വളരാൻ അനുവദിക്കരുതെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്രകടനത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ, DCC ഭാരവാഹികളായ TH ഫിറോസ് ബാബു, K കൃഷ്ണകുമാർ, VK ശ്രീകൃഷ്ണൻ, TY ഷിഹാബുദ്ദീൻ, മണ്ഡലം പ്രസിഡന്റുമാരായ ശിവപ്രകാശൻ മാസ്റ്റർ, വിജയപ്രകാശ് ശങ്കർ, നേതാക്കളായ MP പ്രേംകുമാർ, വേണുഗോപാലൻ മാസ്റ്റർ, VG ശ്രീനിവാസൻ, ദാവൂദ്, സുജീഷ് തോമസ്, മനു മാന്നനൂർ, ഗോവിന്ദരാജ്, ആഷിഖ്, ജയൻ ചോറോട്ടൂർ, ഗോവിന്ദരാജ്, വിൻസെന്റ്, CV ആഷിഖ്, രാജൻ, അബൂബക്കർ, അലി, ഹരി, ശശീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അഴിമതി നടത്തുന്നൊരു ബാങ്കുണ്ട്. ഈ ബാങ്കിനെതിരെ പ്രിയപ്പെട്ട ശിവപ്രകാശം മാഷും പ്രേമേഷും ഒട്ടനവധി നേതാക്കളും ഇതിലുള്ള അഴിമതി തുറന്നു പറഞ്ഞതാണ്. ആ അഴിമതി ഇവിടെ നിന്ന് തീരുന്നില്ല. ആ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട അഴിമതി, അത് തുടർന്നുകൊണ്ട് അംഗനവാടി നിയമനവുമായി ബന്ധപ്പെട്ട അഴിമതി, അത് ചോദ്യം ചെയ്തതിന്റെ ഭാഗമായി ഒരു DYFIയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരന് DYFIയുടെ നേതാക്കൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഗുണ്ടകളായ മുൻകാലങ്ങളിൽ ഇവിടുത്തെ DYFIയുടെ ജില്ലാ കമ്മിറ്റിയോട് ആക്രമിച്ച കൊലപാതക കേസിൽ പ്രതിയായ ആളുകളാണ് ഇന്ന് ആ ചെറുപ്പക്കാരനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത്. ആരൊക്കെയാണ്? ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ക്ഷീരകർഷകരുടെ ഉന്നമനത്തിനായി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉത്പാദിപ്പിക്കുന്ന ജില്ലയായ പാലക്കാട് ക്ഷീരമേഖലയിൽ വിപ്ലവകരമായ മുന്നേറ്റമാണ് നടത്തുന്നതെന്നും അവർ പറഞ്ഞു. തേങ്കുറിശ്ശിയിൽ നടന്ന ജില്ലാ ക്ഷീരകർഷക സംഗമത്തിന്റെ സമാപന സമ്മേളനം ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വകുപ്പിന്റെ പദ്ധതികൾ കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള 10.6 കോടി രൂപ ജില്ലയിൽ ചെലവാക്കാൻ കഴിഞ്ഞത് ഒരു വലിയ വിജയമാണ്. ഇത്തരത്തിൽ ക്ഷീര കർഷകരുടെ സഹായകരമായ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ സർക്കാർ ആസൂത്രണം ചെയ്ത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉത്പാദിപ്പിക്കുന്ന ജില്ലയായ പാലക്കാട് ക്ഷീരമേഖലയിൽ വിപ്ലവകരമായ മുന്നേറ്റമാണ് നടത്തുന്നത്. നിലവിൽ ജില്ലയിലെ 332 ക്ഷീരസംഘങ്ങൾ വഴി പ്രതിദിനം ഏകദേശം 3.3 ലക്ഷം ലിറ്റർ പാൽ സംഭരിക്കുന്നു. ഇത് കർഷകർക്ക് അഭിമാനിക്കാവുന്ന നേട്ടമാണ്. ക്ഷീരകർഷകരെ സഹായിക്കാനായി MSEP പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2, 5, 10 എന്നിങ്ങനെ ഡയറി യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും കറവ കേന്ദ്രം വാങ്ങുന്നതിനും സബ്സിഡികളും പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. തീറ്റച്ചെലവ് കുറയ്ക്കുന്നതിന് ലക്ഷ്യമിട്ട് തീറ്റപ്പുൽ കൃഷി വ്യാപനവും കാലിത്തീറ്റ സബ്സിഡിയും സർക്കാർ നൽകുന്നുണ്ട്. തീറ്റച്ചെലവ് അനിയന്ത്രിതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കർഷകർക്ക് ആശ്വാസമേകാനായി മിൽമയും പൊതുമേഖലാ സ്ഥാപനമായ കേരള ഫീഡ്സും കാലിത്തീറ്റയിൽ സബ്സിഡികളും ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
കൂടാതെ മിൽമയുടെ ലാഭത്തിന്റെ 85% വിവിധ പദ്ധതികളിലൂടെ ക്ഷീരസംഘങ്ങൾ വഴി കർഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. ക്ഷീരകർഷകരുടെ വളരെ കാലത്തെ ആവശ്യമായിരുന്ന വീട്ടുപടിക്കൽ സേവന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. ഇതിനു പുറമെ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ വീട്ടുപടിക്കൽ ചികിത്സാ സേവനവും നടപ്പിലാക്കി വരുന്നുണ്ട്. കെ ഡി പ്രസേനൻ MLA അധ്യക്ഷത വഹിച്ചു. മികച്ച ക്ഷീരകർഷകൻ, കർഷക, SC/ST കർഷകൻ എന്നിവർക്കുള്ള പുരസ്കാരം കെ രാധാകൃഷ്ണൻ MP സമ്മാനിച്ചു. കൂടുതൽ പാൽ അളന്ന ആപ്കോസ് പരമ്പരാഗത സംഘത്തിന് കെ ബാബു MLA പുരസ്കാരം നൽകി. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ ക്ഷീരസംഘങ്ങൾക്കുള്ള സമ്മാനദാനം അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLAയും നിർവഹിച്ചു. ബ്ലോക്ക് തലത്തിലെ മികച്ച ക്ഷീരകർഷകരെ കെ ഡി പ്രസേനൻ MLA ആദരിച്ചു. കന്നുകാലി പ്രദർശന മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA നിർവഹിച്ചു. ഡയറി ക്യൂസ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ നൽകി. ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ, വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശബരിമല സ്വർണ്ണപ്പാളി കൊള്ളയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധം. മണ്ഡലം കേന്ദ്രങ്ങളിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. വടനംകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധ സംഗമം ഹൈസ്കൂൾ പരിസരത്ത് നടന്നു. KPCC ആഹ്വാനപ്രകാരമാണ് വാടാനംകുറിശിയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. PK അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. വാടാനംകുറിശി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P രൂപേഷ് അധ്യക്ഷത വഹിച്ചു. PM ബ്രിജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ഈ പ്രദേശങ്ങളിൽ നമ്മുടെ ഈ നാട്ടിലൊക്കെ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അതിഭീകരമായ നരവേട്ട ഇവിടെ നടക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയട്ടെ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് സംരക്ഷണ കവചമൊടുക്കി നെഞ്ചുവിരിച്ച് നടക്കുന്ന ഇവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കരുത്തുകൊണ്ടാണ് ഈ നാട്ടിലും ജനങ്ങൾക്ക് നെഞ്ചുവിരിച്ച് നടക്കാൻ കഴിയുന്നത്. ഈ വൈകിയ വേളയിൽ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. എന്നെ കേട്ട എല്ലാവർക്കും നമസ്കാരം അറിയിച്ചുകൊണ്ട് വരും നാളുകളിൽ ശക്തമായ ഈ പോരാട്ടത്തിന്, കള്ളത്തരത്തിനും നെറുകേടുകൾക്കുമെതിരായ അതിശക്തമായ സമരത്തിന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും മാനസികമായ പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. A ശ്രീനിവാസൻ, VK ഇമ്പിച്ചിമണി, TP രാജീവ്, VT അലി, TK നാരായണൻ, മറ്റ് മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ശബരിമലയിലെ സ്വർണ്ണമോഷണം, വിശ്വാസികളെ വഞ്ചിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് മങ്കര കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് N അച്യുതൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ KC സന്തോഷ്, ഷാഹുൽ ഹമീദ്, ഷംസുദ്ദീൻ മങ്കര, KE സൈനുദ്ദീൻ, ഉണ്ണികൃഷ്ണൻ, N അഖിൽ, പഞ്ചായത്ത് അംഗങ്ങളായ KB വിനോദ് കുമാർ, MV രമേശ് എന്നിവർ സംസാരിച്ചു. അയ്യപ്പന്റെ സ്വർണം കള്ളക്കടത്ത് നടത്തി അമ്പലം വിഴുങ്ങികളായ കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ ജ്വാലയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധ ജ്യോതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള സംസ്ഥാനത്തുടനീളമുള്ള അന്യ സംസ്ഥാനങ്ങളിലുള്ള അയ്യപ്പ ഭക്തരെ എല്ലാം തന്നെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഭരണവർഗം അവർക്കിഷ്ടപ്പെട്ട ആളുകളെ അതിൻ്റെ അധികാര സ്ഥാപനത്തിൽ കയറ്റിക്കൊണ്ട് അധികാര കസേരയിൽ ഇരുത്തിക്കൊണ്ട് അയ്യപ്പൻ്റെ സ്വർണം പോലും അടിച്ചു മാറ്റി 42 കിലോളം സ്വർണം അടിച്ചു മാറ്റി ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടിക്കൊണ്ട് കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളെ എല്ലാവരെയും വിഡ്ഢികളാക്കിക്കൊണ്ട് നടക്കുന്ന ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പതിരിപ്പാല. കലുങ്ക് സംവാദം പരിപാടിയിൽ വിവാദ പരാമർശങ്ങൾ തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്രമന്ത്രിയുടെ നപുംസക പരാമർശത്തിന് പിറകെ സിനിമാ ശൈലിയിലുള്ള ചില പരാമർശങ്ങൾ വിവാദമായി മാറുകയാണ്. ഇത് പ്രജാരാജ്യമാണെന്ന് അകത്തേത്തറയിലെ കലുങ്ക് സംവാദത്തിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. പാവപ്പെട്ടവന്റെ മുന്നിൽ കഞ്ഞിപ്പാത്രം മാത്രമേയുള്ളൂ കേരളമേ, സമ്പന്നവർഗം കൂടി മനസ്സിലാക്കിക്കോളൂ. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കിറ്റുമായി വന്നാൽ അവൻ്റെയൊക്കെ മുഖത്ത് എറിയണം തുടങ്ങിയ പരാമർശങ്ങളാണ് കലുങ്ക് സംവാദത്തിൽ സുരേഷ് ഗോപി നടത്തിയത്. ശക്തമായി പ്രതികരിച്ചില്ലെങ്കിൽ നിങ്ങളെ ആർക്കും രക്ഷിക്കാനാകില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ഇത് പ്രജാരാജ്യമാണ്, പ്രജകളാണ് ഇവിടെ രാജാക്കന്മാർ. കേരളം നന്നാക്കാനാണ് കലുങ്ക് സംവാദം നടത്തുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എയിംസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും സുരേഷ് ഗോപി സംസാരിച്ചു. അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ സ്ഥലം കൊടുത്തു, അവിടെ അത് കൊണ്ടുവന്നു. ഉചിതമായ സ്ഥലത്ത് ഉചിതമായ സമയത്ത് കാശ്മീരിൽ വന്നെങ്കിൽ ഇവിടെ നിങ്ങൾ നിശ്ചയിച്ചാൽ 26 മെയ്ക്ക് മുമ്പ് അവർ ആലപ്പുഴയിൽ തന്നില്ലെങ്കിൽ, തൃശ്ശൂർ തന്നില്ലെങ്കിൽ, അത് സജി ചെറിയാൻ സാറൊക്കെ വന്ന് വെറും രാഷ്ട്രീയമാണ് പറയുന്നത്. ഞാൻ പാർട്ടിയുടെ പ്രവർത്തകനാണ്.
നാളെ 11:30 മണിക്ക് തരും, ആലപ്പുഴയെ തരാൻ തയ്യാറായി എന്ന് പറയും. അങ്ങനെയാണോ കോഓപ്പറേറ്റീവ് ഫെഡറലിസം നടപ്പിലാക്കുന്നത്? കേരള സർക്കാർ കൂടുതൽ പേരുകൾ തരണം, കൂടുതൽ ജില്ലകൾ തരണം എന്ന് മാത്രമാണ് 2016 മുതൽ JP നഡ്ഡ, പിന്നെ മൻസുഖ് മണ്ഡവ്യ, ഇപ്പോൾ വീണ്ടും JP നഡ്ഡ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ തിരുവനന്തപുരം, കോഴിക്കോട് അങ്ങനെ കേരളത്തിൽ സബ്കാ സാത്ത് സബ്കാ വികാസ്. പ്രജകൾ വിരൽ ചൂണ്ടി സംസാരിക്കണമെന്നായിരുന്നു മറ്റൊരാവശ്യം. വ്യക്തിപരമായ ഒരു ആവശ്യങ്ങളും ഇവിടെ പരിഗണിക്കില്ല. അതുവച്ച് കൊയ്ത്ത് നടത്താമെന്ന് മാക്രികൾ വിചാരിക്കേണ്ട. നിവേദനം തന്നയാളെ ഞാൻ അവഹേളിച്ചു എന്ന് പറയുന്നത് അവരുടെ വ്യാഖ്യാനം മാത്രമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. നേരത്തെ തൃശൂർ ഇരിങ്ങാലക്കുടയിലും പുള്ളിലും നടന്ന കലുങ്ക് സഭകളും വിവാദമായിരുന്നു. ഇതിൽ കേന്ദ്രമന്ത്രിയുടെ നപുംസക പരാമർശമാണ് ഏറെ വിവാദമായത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സുരേഷ് ഗോപിക്കെതിരെ പാലക്കാട് നഗരത്തിൽ കോൺഗ്രസ് പ്രതിഷേധം. വിവാദ പരാമർശങ്ങൾ നടത്തി സുരേഷ് ഗോപി ജനാധിപത്യത്തെ അവഹേളിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. മണ്ണെണ്ണയാണ് മാറുന്നത്. നിങ്ങൾ മാറി അവരൊഴിക്കൂ. മുണ്ടും പിടിച്ച് മാറി വിവിധ പരിപാടികളുടെ ഉദ്ഘാടനത്തിനായി സുരേഷ് ഗോപി പാലക്കാട് നഗരസഭയിലെത്തിയപ്പോഴായിരുന്നു പ്രതിഷേധം. പണികൾ പൂർത്തിയാകാത്ത പദ്ധതികളുടെ ഉദ്ഘാടനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. പ്രതിഷേധ പ്രകടനമായെത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ നഗരസഭയ്ക്ക് സമീപത്ത് തടഞ്ഞു. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി സാധാരണ ജനങ്ങളെയും മാധ്യമങ്ങളെയും നിരന്തരം അവഹേളിക്കുകയാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, മണ്ഡലം പ്രസിഡന്റ് സേവിയർ, കൗൺസിലർമാരായ C. ഭവദാസ്, A. കൃഷ്ണൻ, മിനി ബാബു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. കേരളം ഏത് രംഗത്ത് നോക്കിയാലും ഒന്നാമതാണെന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ജനങ്ങളെ ചേർത്തുപിടിച്ച സർക്കാരാണ് ഇതെന്നും വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. സേതുമാധവൻ പറഞ്ഞു. 5 ലക്ഷം വീടുകൾ ഈ ഗവൺമെന്റ് അടുത്ത മേഖലയുടെ കാലാവധി അവസാനിപ്പിക്കുക. അതിനു മുമ്പ് തന്നെ 5 ലക്ഷം എന്ന ലക്ഷ്യം അത് പ്രാവർത്തികമാക്കും, നടപ്പാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രത്യേകത പറഞ്ഞ കാര്യങ്ങൾ അവർ പ്രകടനപത്രികയിൽ ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങളും നടപ്പാക്കിയേ ആ ഗവൺമെന്റ് അല്ലെങ്കിൽ അധികാരത്തിൽ പുറത്തു പോകും. അല്ലെങ്കിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A. മല്ലിക അധ്യക്ഷത വഹിച്ചു. ജില്ലാ റിസോഴ്സ് പേഴ്സൺ PK ഫൈസൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി CV സുനിത വികസന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം MH സഫ്ദർ ഷെരീഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EP സുരേഷ്, കൃഷി ഓഫീസർ C. മുകുന്ദകുമാർ, VEO CP സന്തോഷ് കുമാർ, CDS ചെയർപേഴ്സൺ വിനിത എന്നിവർ സംസാരിച്ചു. KV രാമചന്ദ്രൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി NK കണ്ണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വികസന പദ്ധതികളുടെ CD പ്രകാശനവും ഉണ്ടായിരുന്നു. വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, അംഗനവാടി ജീവനക്കാർ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മങ്കര ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച വികസന സദസ്സിൽ നിന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് അടക്കമുള്ള UDF അംഗങ്ങൾ വിട്ടുനിന്നു. വികസന മുരടിപ്പെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം സമരം നടത്തിയവരാണ് വികസന സദസ്സ് നടത്തുന്നതെന്നും വികസനത്തിന് താൻ എതിരല്ലെന്നും ഗോകുൽദാസ് പറഞ്ഞു. മങ്കര ഗ്രാമപഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി വികസന സദസ്സ് ബഹിഷ്കരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസം മുമ്പാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ മങ്കര ഗ്രാമപഞ്ചായത്തിൽ വികസനമില്ല, വികസന മുരടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയൊരു ധർണ ഇവിടെ സംഘടിപ്പിച്ചതായി കണ്ടു. എന്തായാലും ഇന്ന് മങ്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് വികസന സദസ്സ് നടക്കുന്നു എന്ന് കാണുന്നത് വളരെയധികം സന്തോഷമാണ്. കാരണം മങ്കര ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷക്കാലമായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മങ്കര പഞ്ചായത്തിൽ നടത്തിയ വികസനങ്ങളെ തത്വത്തിൽ അംഗീകരിക്കുന്നതാണ് വികസന സദസ്സെന്നും വരും ദിവസങ്ങളിലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുമെന്നും വികസന സദസ്സിനെ സ്വാഗതം ചെയ്യുന്നതായും പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ നഗരസഭയ്ക്ക് സൗജന്യമായി ലഭിച്ച പരുത്തിപ്രയിലെ 25 സെന്റ് സ്ഥലത്ത് ഭവന നിർമ്മാണ പദ്ധതി പ്രവൃത്തികൾക്ക് മറ്റന്നാൾ തറക്കല്ലിടും.
ലൈഫ് മിഷന്റെ മനസ്സോടിത്തിരി മണ്ണ് പദ്ധതിയിലേക്ക് പരുത്തിപ്പുറയിലെ ചേത്തല മനയിൽ ഡോക്ടർ CM നീലകണ്ഠനും ഡോക്ടർ KP ശ്രീദേവിയുമാണ് സൗജന്യമായി സ്ഥലം നൽകിയത്. നഗരസഭയുടെ നേതൃത്വത്തിൽ പദ്ധതി ആരംഭിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് CM നീലകണ്ഠൻ STVയോട് പറഞ്ഞു. ചെറുപ്പകാലത്ത് ഞങ്ങൾ അനുഭവിച്ച കഷ്ടതകൾ കുറച്ചുപേരെങ്കിലും അനുഭവിക്കാതിരിക്കണം. ഷൊർണൂർ നഗരസഭയിലെ വീടില്ലാത്തവർക്ക് വീട് വയ്ക്കാനായി തങ്ങളുടെ 25 സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകുമ്പോൾ ഷൊർണൂർ പരുത്തിപ്പുറയിൽ ചേത്തലമനയിൽ ഡോക്ടർ CM നീലകണ്ഠൻ്റെയും ഡോക്ടർ KP ശ്രീദേവിയുടെയും മനസ്സിൽ ഇതായിരുന്നു. ലൈഫ് മിഷന്റെ മനസ്സോടിത്തിരി മണ്ണ് എന്ന പദ്ധതിയിലേക്കാണ് ഇരുവരും സൗജന്യമായി സ്ഥലം നൽകിയത്. ഇതുപ്രകാരം 2023 മെയ്യിൽ ഒരു ചടങ്ങിൽ വെച്ച് ഭൂമിയുടെ ആധാരം ഇരുവരിൽ നിന്നും മന്ത്രി MB രാജേഷ് ഏറ്റുവാങ്ങി നഗരസഭയെ ഏൽപ്പിച്ചു. സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ കൗൺസിൽ യോഗത്തിൽ അംഗീകാരം ലഭിക്കുകയും ചെയ്തിരുന്നു. പരുത്തിപ്പുറയിലെ UP സ്കൂളിനോട് ചേർന്നുള്ള 25 സെന്റ് സ്ഥലമാണ് ഇവർ വിട്ടു നൽകിയത്. 3 നിലകളിലായി 18 വീടെങ്കിലും നിർമ്മിക്കണം. പരുത്തിപ്പുറ വാർഡിൽ അർഹരായ അപേക്ഷകരുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന നൽകണം എന്നീ നിബന്ധനയോടെയാണ് ഇരുവരും സ്ഥലം കൈമാറിയത്. പദ്ധതി പ്രവർത്തനം ആരംഭിക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ നഗരസഭ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള തിരക്കിലാണ്. ഇതുപ്രകാരം ഞായറാഴ്ച രാവിലെ പദ്ധതി പ്രവൃത്തികൾക്ക് തറക്കല്ലിടൽ നടക്കുമെന്ന് അറിയാൻ കഴിഞ്ഞെന്ന് ഡോക്ടർ CM നീലകണ്ഠൻ STVയോട് പറഞ്ഞു. പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നഗരസഭയുടെ തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്നും ഡോക്ടർ CM നീലകണ്ഠൻ പറഞ്ഞു. പിന്നീട് ലൈഫ് മിഷൻ്റെ പദ്ധതിയിലാണ് അവിടെ 25 സെൻറ്റ് സ്ഥലത്ത് വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് ഭവനങ്ങൾ പണിത് കൊടുക്കുന്ന പദ്ധതി നടപ്പാക്കേണ്ടത്. അത് ഞാൻ സ്ഥലം 25 സെൻറ്റ് സമർപ്പിക്കുമ്പോൾ തന്നെ അത് ഒരു 3 നിലയെങ്കിലും ഉണ്ടാക്കിയിട്ട് ഒരു 10-18 പേർക്കെങ്കിലും ഭവനവും സ്ഥലവും ഇല്ലാത്തവർക്ക് വീട് നിർമ്മിച്ച് കൊടുക്കണമെന്നതിൻ്റെ ആഗ്രഹം പറഞ്ഞു. അപ്പോൾ 25 സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ അതിൽ താഴെ ഒരു മുമ്പിലൊരു റോഡ് ഒഴിവാക്കിയിട്ട് ആ റോഡിലേക്ക് ഒരു 3 സെൻറ്റ് സ്ഥലം റോഡിനെ ഒഴിവാക്കിയിട്ട് ആ റോഡിലേക്ക് അഭിമുഖമായിട്ട് 3.5 സെൻറ്റ് വീതം അളന്ന് മുറിച്ച് വിഭജിച്ചാൽ 6 പേർക്ക് വീട് വയ്ക്കാൻ അല്ലെങ്കിൽ 6 വീട് താഴെ ഉണ്ടാവും. ന്യൂസ് സെന്റർ ഷൊർണൂർ. യഥാർത്ഥ വികസനത്തിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കണമെങ്കിൽ കേരളം ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിനെ കുറിച്ച് ആലോചിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. പാലക്കാട് നഗരസഭയിലെ വികസന സദസ്സും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ഡബിൾ എഞ്ചിൻ ഭരണ സംവിധാനത്തിന്റെ നേട്ടങ്ങളാണ് പാലക്കാട് നഗരസഭയിലെ വ്യത്യസ്തങ്ങളായ വികസന പദ്ധതികളെന്നും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുമ്പോൾ അത് രാഷ്ട്രത്തിന് വേണ്ടി ആയിരിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇതൊന്നും രാഷ്ട്രീയമല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു വോട്ടറുടെ ഉത്തരവാദിത്വം എന്ത്, ഈ മണ്ണിൻ്റെ യഥാർത്ഥ അവകാശി ആരാണെന്ന് സിനിമയിൽ പല ദ്വയങ്ങളും ഉപയോഗിച്ച് പറയുന്നുണ്ടെങ്കിലും അതിലൊക്കെ ചെറിയ സത്യമുണ്ട്. ഇത് എല്ലാവരുടെയും വകയാണ്. ഇത് രാജ്യത്തെ ജനങ്ങളുടെ വകയാണ്. ആ ജനങ്ങളെ പ്രജകളെന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. സ്വർണം മുക്കിയതും ചെമ്പാക്കിയതും ഒക്കെ മറയ്ക്കാൻ വേണ്ടി അവർക്ക് ആയുധമായി കിട്ടുന്നത് ഈ വാക്കുകൾ മാത്രമാണ്. അതൊന്നുമല്ല പക്ഷേ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ. പാലക്കാട് നഗരസഭയെ സംബന്ധിച്ച് ഇത്രയും പ്രതികൂല അന്തരീക്ഷം തരണം ചെയ്ത് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന ഈ 6 പദ്ധതികൾ, ശ്രീ കൃഷ്ണദാസ് പറഞ്ഞതായ ഒരുപാട് ആദ്യ പ്രവർത്തനങ്ങൾ ഞാൻ തീർച്ചയായിട്ടും മാനിക്കുന്നു, ആദരിക്കുന്നു. ഇത് കേരളത്തിൽ സംഭവിക്കണം. ഡബിൾ എഞ്ചിൻ സർക്കാർ വരണം കേരളത്തിൽ. കേന്ദ്ര സർക്കാരിന്റെ സ്പെഷ്യൽ അസിസ്റ്റന്റ് സ്കീമിൽ ഉൾപ്പെട്ടതടക്കം നഗരസഭയുടെ 6 പദ്ധതികളാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ്, മറ്റു BJP കൗൺസിലർമാരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടനംകുറിശ്ശിയിൽ പാതയിലെ ഡ്രൈനേജിൽ തള്ളിയ മാലിന്യത്തിൽ നിന്നും മലിനജലത്തിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നതായി നാട്ടുകാരുടെ പരാതി. വടനംകുറിശ്ശി റെയിൽവേ മേൽപ്പാലത്തിന്റെ കിഴക്കുഭാഗത്തിനും ശ്രീനാരായണ കമ്പനിക്കും ഇടയിലുള്ള പ്രദേശത്താണ് മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത്.
വിഷയവുമായി ബന്ധപ്പെട്ട BMS ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിന് പരാതി നൽകി. വാരണാസി റെയിൽവേ മേൽപ്പാലം കിഴക്ക് ഭാഗത്തിനും ശ്രീനാരായണ കമ്പനിക്കും ഇടയിലുള്ള ഒഴിഞ്ഞ പ്രദേശത്താണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത്. ഈ ഭാഗത്തെ പാതയിലെ ഡ്രെയിനേജിലാണ് അറവ് മാലിന്യങ്ങൾ അടക്കം സാമൂഹ്യവിരുദ്ധർ തള്ളിയിരിക്കുന്നത്. കുറച്ചുഭാഗം കാട് മൂടിക്കിടക്കുന്ന തരത്തിലാണ് പ്രദേശം. ഡ്രെയിനേജിൽ മലിനജലം കെട്ടി നിൽക്കുന്നുണ്ട്. മലിനജലത്തിൽ നിന്നും അസഹ്യമായ രീതിയിൽ ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. സമീപവാസികൾക്കും കച്ചവടക്കാർക്കും കൂടാതെ വഴിയാത്രക്കാർക്കും ഏറെ പ്രയാസമാണിത്. ദുർഗന്ധം മൂലം പ്രദേശത്തെത്തിയാൽ മൂക്ക് പൊത്തി നടക്കേണ്ട അവസ്ഥയിലാണിപ്പോൾ. വിഷയത്തിൽ BMS ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി ഇടപെട്ടിരിക്കുകയാണിപ്പോൾ. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് BMS ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി K. ഉണ്ണികൃഷ്ണൻ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിന് പരാതി നൽകിയതായി പറയുന്നു. പാലം തുടങ്ങുന്നതിൻ്റെ കിഴക്ക് വശത്ത് ശ്രീനാരായണയ്ക്ക് ഇടയിൽ ഈ കോഴി വേസ്റ്റും മറ്റു മാലിന്യങ്ങളും കൊണ്ടുവന്നിട്ട് ആകെ ചീഞ്ഞ് നാറിയിട്ട് ഇവിടെ ജനവാസ കേന്ദ്രത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് കൊണ്ട് കെട്ടി കിടക്കുകയാണ് ഡ്രെയിനേജിൻ്റെ അവിടെ നിൽക്കാൻ. അത് കാരണം അവിടെ കൊണ്ടുവന്നിട്ടുള്ള അത് കാണാനും കഴിയില്ല, ആരെ കൊണ്ടുവന്ന് എന്താണെന്ന് കഴിയില്ല. ചീഞ്ഞ് നാറിയിട്ട് അടുത്തുള്ള ആൾക്കാർക്കൊന്നും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിഭാഗത്തിനുണ്ടോ? പഞ്ചായത്തിൻ്റെ ആരോഗ്യ വകുപ്പിന് പരാതി കൊടുത്തിട്ടുണ്ട്, ഹെൽത്തിന് കൊടുത്തിട്ടുണ്ട്, പിന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നടക്കാനും പറ്റില്ല. വീട്ടിലിരുന്നിട്ടുകൂടി ഒരു ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ പറ്റില്ല. പിന്നെ ചെറിയ കുട്ടികൾ അംഗനവാടിക്കും പിടിക്കൊക്കെ പോടാണ്. രോഗികൾ ഭാഗത്തുള്ളതാണ്. ഇതിൻ്റെ സ്മെല്ല് കാരണം ഭയങ്കര ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇതിനെന്താ വെച്ചാൽ ഇനി വല്ല മാരക രോഗങ്ങളോ പകർച്ചവ്യാധികളോ വരുമോ എന്നുള്ള പേടിയുണ്ട്. പ്രദേശം ശുചീകരിക്കാൻ വേണ്ട നടപടി ഉണ്ടാകണം. പ്രദേശത്ത് CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ നടപടി ഉണ്ടാകണമെന്നും ആരോഗ്യവകുപ്പിന് നൽകിയ കത്തിൽ പറയുന്നുണ്ട്. മാലിന്യം മൂലം പരിസരവാസികൾക്ക് പലവിധ അസുഖങ്ങൾ പിടിപെടാൻ കാരണമാകും. അതിനു മുൻപ് തന്നെ പ്രദേശം ശുചീകരിക്കാൻ വേണ്ട നടപടി ഉണ്ടാകണമെന്നും ആവശ്യമായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുന്നറിയിപ്പില്ലാതെ വാടനംകുറിശ്ശിയിൽ റെയിൽവേ ഗേറ്റ് അടച്ചിട്ടത് യാത്രക്കാരെ വലച്ചു. ഗേറ്റ് ബാറിന്റെ തകരാറ് പരിഹരിക്കാനാണ് ഗേറ്റ് അടച്ചിട്ടത്. വെള്ളിയാഴ്ച രാവിലെ 10:30യോടെയാണ് ഗേറ്റ് പൂട്ടിയത്. വാഹനമിടിച്ചതിനെ തുടർന്ന് വാടാനംകുറിശ്ശി റെയിൽവേ ഗേറ്റ് തകർച്ചയിലായിരുന്നു. ഉയർത്തുന്ന രീതിയിലുള്ള ഒരു വശത്തെ ഗേറ്റിന്റെ തകർച്ച പരിഹരിക്കാനാണ് വെള്ളിയാഴ്ച രാവിലെ കുറച്ചുനേരം റെയിൽവേ ഗേറ്റ് അടച്ചിട്ടത്. രാവിലെ 10:30 ശേഷം റെയിൽവേ ഗേറ്റ് അടച്ചിട്ട ജീവനക്കാർ പ്രശ്നം പരിഹരിക്കാൻ തുടങ്ങി. ഇതേ തുടർന്ന് അരമണിക്കൂറിലധികം ഇരുവശത്തും യാത്രക്കാർ കുടുങ്ങിക്കിടന്നതും ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കി. മുന്നറിയിപ്പില്ലാതെയാണ് റെയിൽവേ ഗേറ്റ് അടച്ചിട്ട് പ്രവൃത്തികൾ നടത്തിയതെന്ന് ഡ്രൈവർമാർ പരാതിപ്പെട്ടു. യാതൊരു മുന്നറിയിപ്പില്ലാണ്ട് ഗേറ്റ് അടച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു കഷ്ടി 1 മണിക്കൂർ അടുത്തായി വണ്ടി ഗേറ്റ് അടച്ചിട്ട്. ഇത് ഇവർക്കൊരു വിവരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജിങ് വിടണ്ടേ, ഗേറ്റ് അടവാണ് ഇന്ന സമയത്ത്. ഇപ്പോൾ ഇത് അടച്ചിട്ടിട്ട് ഇപ്പോൾ ഒരു 40 മിനിറ്റോളായി. ഇതിനിടെ ബസ്സിൽ നിന്ന് ഇറങ്ങി യാത്രക്കാർ ഇരുവശത്തേക്ക് നടക്കാനും തുടങ്ങി. 11:30യോടെ നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്കുള്ള ട്രെയിൻ പോയതിനു ശേഷമാണ് റെയിൽവേ ഗേറ്റ് തുറന്നത്. മുന്നറിയിപ്പില്ലാത്ത ഇത്തരം പ്രവൃത്തിയിലാണ് യാത്രക്കാർ വലഞ്ഞത്. ഗേറ്റിന്റെ തകർച്ച പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ CPM ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനജാഗ്രതാ യാത്ര സംഘടിപ്പിച്ചു. മുൻ തൃശൂർ DCC പ്രസിഡന്റ് MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം PS ലക്ഷ്മണൻ ഉപനായകനും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷഹീർ ദേശമംഗലം കോർഡിനേറ്ററായും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M മഞ്ജുള ഡയറക്ടറായുമാണ് ജാഥ നടക്കുന്നത്. മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. ഖജനാവിലെത്തിയാൽ അപ്പോൾ തന്നെ വീടുകൾ, മന്ത്രിമാരുടെ ഭവനങ്ങൾ ഏറ്റവും നല്ലതാക്കണം, മോടി പിടിപ്പിക്കണം. അവർക്ക് വാഹനം ഏറ്റവും മികവുറ്റത് വാങ്ങണം. വീടിന്റെ അകത്ത് ലിഫ്റ്റ് ഉണ്ടാകണം. തൊഴുത്ത് വലിയതായി പ്രവർത്തിപ്പിക്കണം. സ്വിമ്മിംഗ് പൂള്, ചൂടുവെള്ളം അടക്കം കിട്ടുന്നത് സ്വിമ്മിംഗ് പൂള് വേണം. പിന്നെ എവിടെയാ പൈസ ഉണ്ടാവുക? അതും കഴിഞ്ഞ് എന്തെങ്കിലും കൂടുതൽ വന്നാൽ ഉടൻ തന്നെ ഭാര്യയും കുട്ടികളും കെട്ടിയോനും കുട്ടികളും ചട്ടികളും ഒക്കെ പാടെ കൂടി വിദേശയാത്രയ്ക്കും കൂടെ കുറച്ച് മന്ത്രിമാരും. ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുക എവിടെയാണെന്ന് ആലോചിക്കണം. ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെയൊക്കെ അറിവ് സാമ്പത്തികമായ ഭദ്രത തകർന്നുപോയ ഒരു രാജ്യം എന്ന് പറയുന്നത് ശ്രീലങ്കയാണ്. എന്നാൽ ഇന്ത്യ രാജ്യം വളരെ ഉയരങ്ങളിലേക്ക് പോവുകയാണ്. സാമ്പത്തിക സ്ഥിതി കൊണ്ട് ഇത്രയധികം ജനങ്ങൾ താമസിക്കുന്ന ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും ചെറിയ സംസ്ഥാനമായ കേരളം, ആ കേരളത്തിന് 4.5 ലക്ഷം കോടി കടം എന്ന് പറയുമ്പോൾ
ഓരോ വ്യക്തിക്കും വരുന്ന കടം എത്രയാണെന്ന് നമ്മൾ ആലോചിക്കും. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം PI അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ K പ്രേമൻ, MH നൌഷാദ്, രാജലക്ഷ്മി നീണ്ടൂർ, ഹക്കീം തലശ്ശേരി, ബീന ഗോപൻ, SY സിദ്ദീഖ്, ഷറഫുദ്ദീൻ തങ്ങൾ, ബഷീർ മനപ്പടി, പഞ്ചായത്ത് മെമ്പർമാരായ TM സിന്ധു, ഷമീറ, നസീറ, OU ബഷീർ എന്നിവർ സംസാരിച്ചു. മുസ്തഫ തലശ്ശേരി സ്വാഗതവും ശ്രീധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കര കണ്ണമ്പരിയാരത്ത് അലക്ഷ്യമായിട്ട മരത്തടികൾ വാഹന ഗതാഗതത്തിന് ഭീഷണിയാകുന്നു. ഗതാഗതത്തിന് ഭീഷണിയായ മരങ്ങൾ ഉടൻ മാറ്റണമെന്ന് മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് പൊതുമരാമത്ത് വകുപ്പിനോട് ആവശ്യപ്പെട്ടു. റോഡിന്റെ വശം ചേർന്ന് വന്നാൽ അപകടം ഉറപ്പ്. ഇരുചക്ര വാഹനങ്ങളാണെങ്കിൽ ജീവന് ഭീഷണിയാണ്. പാതയോരങ്ങളിൽ ഭീഷണി ഉയർത്തുന്ന മരങ്ങളാണ് വെട്ടിമാറ്റിയിട്ടുള്ളത്. എന്നാൽ റോഡ് വക്കിൽ അലക്ഷ്യമായി വെട്ടി ഉപേക്ഷിച്ച മരങ്ങളാണ് ഗതാഗതത്തിന് ഭീഷണിയായി കിടക്കുന്നത്. മരം വെട്ടുന്നവർ ഇവ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയിടേണ്ടതായിരുന്നു. മങ്കര കണ്ണമ്പരിയാരം അമ്മണി കോളേജിലേക്ക് തിരിയുന്ന ഭാഗത്താണ് മരങ്ങൾ അലക്ഷ്യമായി വെട്ടി ഉപേക്ഷിച്ച് കിടക്കുന്നത്. രാത്രികാലങ്ങളിൽ നിരന്തരം വാഹനങ്ങൾ പോയി വരുന്ന റോഡാണിത്. ഇവ മാറ്റാൻ നടപടിയുണ്ടാകണമെന്നാണ് ജനകീയ ആവശ്യം. സംഭവമറിഞ്ഞ മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസും സ്ഥലത്തെത്തി പൊതുമരാമത്തിന് വിവരം അറിയിച്ചിട്ടുണ്ട്. കൊളപ്പുള്ളി നാഷണൽ ഹൈവേയുടെ സൈഡുകളിൽ മങ്കര പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും PWDയുടെ മെയിൻ്റനൻസ് വിഭാഗം മരം കട്ട് ചെയ്തതിൻ്റെ ശാഖകൾ റോട്ടിലേക്ക് ഇട്ടതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ജനങ്ങൾക്ക് അത് ഒട്ടനവധി ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു വാഹനം ഇടയായ സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയും ശക്തമായി പ്രതികരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ PWDയിലേക്ക് വിളിച്ചിട്ടുണ്ട്. മെയിൻ്റനൻസ് വിഭാഗത്തിൽ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ അതെടുത്ത് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. പത്രിപ്പാല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ചെയർമാൻ സ്ഥാനം KSUവിന്. മറ്റ് ജനറൽ സീറ്റുകൾ SFI നേടി. 8 ജനറൽ സീറ്റുകളിലേക്ക് നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചെയർമാൻ സ്ഥാനത്തിന് KSUവിലെ S ഷഹസാദ് ആണ് അട്ടിമറി വിജയം നേടിയത്. മറ്റു സീറ്റുകൾ പൂർണ്ണമായി SFI നേടി. മറ്റു വിജയികൾ അർജുൻ വേണുഗോപാൽ ജനറൽ സെക്രട്ടറി, F ഷാരൂഖ് UUC, KJ അമൃത വൈസ് ചെയർപേഴ്സൺ, A സഞ്ജന ജോയിന്റ് സെക്രട്ടറി, A അശ്വിൻ കൃഷ്ണ ജനറൽ ക്യാപ്റ്റൻ, AS അമൽദേവ് ആർട്സ് സെക്രട്ടറി, ശ്രീ ഹരീഷ് അശോക് സ്റ്റുഡന്റ് എഡിറ്റർ എന്നിങ്ങനെയാണ്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. കോട്ടായി IHRD കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIക്ക് തകർപ്പൻ ജയം. തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും SFI നേടി. M അരുൺകുമാർ ചെയർമാൻ, MS ആദർശ് സെക്രട്ടറി, S അഭിനന്ദ് UUC, KS അഞ്ജന വൈസ് ചെയർമാൻ, M കീർത്തന ജോയിന്റ് സെക്രട്ടറി, അതുല്യ ബാലൻ സ്റ്റുഡന്റ് എഡിറ്റർ, S അനൂപ് ജനറൽ ക്യാപ്റ്റൻ, S വിജയൻ ഫൈനാൻസ് സെക്രട്ടറി എന്നിവരെയും വിവിധ വകുപ്പ് ലീഡർമാരെയുമാണ് തെരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ KVR ഹൈസ്കൂളിൽ 3 ദിവസങ്ങളിലായി നടന്ന ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കായികമേള സമാപിച്ചു. 219 പോയിന്റ് നേടി ചളവറ HSS ഓവറോൾ ചാമ്പ്യന്മാരായി. 193 പോയിന്റ് നേടി വാടനംകുറിശി GHSS 2ാം സ്ഥാനവും 103 പോയിന്റ് നേടി GHSS മാരായമംഗലം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന ചടങ്ങിൽ വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വടക്കാഞ്ചേരി സബ് ജില്ലാ ശാസ്ത്രോത്സവത്തിൽ ഭക്ഷണം വിതരണം ചെയ്ത് ഭാരവാഹികൾ. ചെറുതുരുത്തി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കുന്ന ശാസ്ത്രമേളയിലേക്ക് എത്തിയ കുട്ടികൾക്ക് പലസ്തീൻ ഡ്രസ് ധരിച്ചാണ് ഭാരവാഹികൾ ഭക്ഷണം വിതരണം ചെയ്തത്. സംഘടക സമിതി ഭാരവാഹി EK അലി, സ്കൂൾ പ്രിൻസിപ്പൽ M പ്രീതി, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് അംഗം അജിത രവികുമാർ, കൺവീനർ അനസ് ബാബു, സബീർ, മറ്റു ഭാരവാഹികളും നേതൃത്വം നൽകി. നമുക്കറിയാം, ലോകത്തിലെ പാലസ്തീൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്രായേലിൻ്റെ കാടത്തത്തിൻ്റെ ഭാഗമായിട്ട് 10,000 വരുന്ന കുരുന്നുകളടക്കം മരിച്ചു വീഴുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. സ്വാഭാവികമായിട്ടും ഹൃദയമുള്ള ഒരു മനുഷ്യന് അത്തരത്തിലുള്ള ആ കുരുന്നുകളെ കാണാതെ ഒരു കലോത്സവവും ഒരു ശാസ്ത്രോത്സവവും പറയാതെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ ഇടയിൽ ഇത്തരമൊരു ആശയം ഉയർന്നു വന്നത്. അവർക്ക് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ചടങ്ങ് നടത്തണമെന്ന് ഞങ്ങൾ ആലോചിച്ചു. അതിൻ്റെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ചെറുതുരുത്തി നിലാഞ്ജലി കല്യാണ മണ്ഡപത്തിലാണ് വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. 3 ദിവസങ്ങളിലായി ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഗവൺമെന്റ് LP സ്കൂളിലുമായി നടക്കുന്ന ശാസ്ത്രോത്സവത്തിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കോട്ടായി യൂണിറ്റ് വാർഷിക സമ്മേളനം ചേർന്നു. KHR സംസ്ഥാന സെക്രട്ടറി ഷിനോജ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് രഘുരാജ് അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് C സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ഫൈസൽ റഹ്മാൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഷൺമുഖൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. KC ചന്ദ്രൻ, ഷഹീർ വർക്കി, സുബൈർ പട്ടാമ്പി തുടങ്ങിയവർ സംസാരിച്ചു. സാധാരണ ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ
ജില്ലയിലും ഡിസംബർ ജനുവരി മാസം സംസാരം അങ്ങനെയാണ് നമ്മൾ നടത്തി വരുന്നത്. അതുപ്രകാരം പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ യൂണിറ്റ് കൺവെൻഷനുകളും തെരഞ്ഞെടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ സ്വന്തം ഉണ്ടായ കോട്ടായി പരിപാടിയിലാണ്. അത് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള കടമ. സംഘടന നമ്മളെ കാര്യങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് നമ്മുടെ കച്ചവടത്തിന് വേണ്ടി പലരും നമ്മൾ സംഘടനയിൽ നിന്ന് വളരെ കുറച്ച് ആളുകൾ, ചിലപ്പോൾ ഈ ഇരിക്കുന്ന ആളുകൾ മാത്രമേ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ ഗുണഗണങ്ങൾ വരുമ്പോൾ ഒരു മഴ പെയ്യുമ്പോൾ വെള്ളം എല്ലാവരും കിട്ടുന്നു എന്ന പോലെ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓർമ്മമരവും ദേവഹരിതം പച്ചത്തുരുത്തും ഒരുക്കി തൃക്കടിരി ഗ്രാമപഞ്ചായത്ത് ഹരിത കേരള മിഷന്റെ ഒരു തൈ നടാം ജനകീയ വൃക്ഷവത്കരണത്തിന്റെ ക്യാമ്പയിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഭരണസമിതി കാലഘട്ട ഓർമ്മയ്ക്കായി പനത്തൈകളാണ് നട്ടത്. കൂടാതെ ജില്ലയിലെ തന്നെ രണ്ടാമത്തെ ദേവഹരിതം പച്ചത്തുരുത്തും ത്രിമൂർത്തി ആയുർവേദ ഹോസ്പിറ്റൽ ഗവേഷണ കേന്ദ്രത്തിന് ഉള്ളിലായി ആയുർവേദ തൈകളും സ്ഥാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP ലതിക ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി പത്മകുമാർ PK സ്വാഗതം പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാഹിറ MK അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങൾ, ഫോറസ്റ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മസേന, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ സിതാര, IRTC കോർഡിനേറ്റർ ആദിത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ബൈക്ക് യാത്രക്കാരനെ അജ്ഞാത വാഹനം ഇടിച്ച് പരിക്ക് പറ്റിയ യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ചു. ദേശമംഗലം പഞ്ചായത്തിലെ പള്ളം MLA പടിക്ക് സമീപം പയ്യാൻചോലയിൽ പരേതനായ പാരിസാല നാരായണന്റെ മകൻ 45 വയസ്സുള്ള രഞ്ജിത്താണ് മരിച്ചത്. ദേശമംഗലം പഞ്ചായത്തിലെ പള്ളം MLA പടിക്ക് സമീപം പയ്യാൻചോലയിൽ പരേതനായ പാരിസാല നാരായണൻ മകൻ രഞ്ജിത്ത് ആണ് മരിച്ചത്. 45 വയസ്സാണ്. ബുധനാഴ്ച രാത്രി ദേശമംഗലം ഒലിച്ചി ഭാഗത്ത് ഇയാൾ ഓടിച്ചിരുന്ന ബൈക്ക് റോഡിൽ വീണ് കിടക്കുന്നതും സമീപത്ത് ഇയാൾ കിടക്കുന്നതും കണ്ടതിനെ തുടർന്ന് ഈ വഴി പോയിരുന്ന യാത്രക്കാർ ഇയാളെ എടുത്ത് സമീപത്തുള്ള കടയിലിരുത്തുകയും തുടർന്ന് വ്യാഴാഴ്ച രാവിലെയും ഇവിടെ ഇരിക്കുന്നത് കണ്ട് നാട്ടുകാരാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് വൈകിട്ട് മരിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അമ്പലപ്പാറ പഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിൻ്റെയും അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെയും കഴിഞ്ഞ 5 വർഷത്തെ നേട്ടങ്ങളാണ് വികസന സദസ്സിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ പല വികസനങ്ങളും നടത്തും. ആ വികസനങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാം കഴിഞ്ഞു, നമ്മൾ നേരെ 5 വർഷം തികച്ച് നമ്മൾ വീട്ടിലേക്ക് പോകും. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ ചെയ്ത കാര്യങ്ങൾ നല്ലതാണോ, അത് നേട്ടമായിട്ടുണ്ടോ, അത് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ, അത് ജനകീയപരമായി തന്നെയാണോ നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുള്ളത്, ജനങ്ങൾക്ക് ഇതിനെക്കൊണ്ട് വല്ല ഗുണവും ഉണ്ടായിട്ടുണ്ടോ, അതോ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് എന്തൊക്കെയാണ് നമ്മൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും ഒരു വിശകലനം ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റ കെട്ടായി നിന്നുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഇനി അടുത്ത നടപടി എന്തു വേണം. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് T ശശികുമാർ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ്, ഒറ്റപ്പാലം ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാധാകൃഷ്ണൻ, അമ്പലപ്പാറ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P മുഹമ്മദ് കാസിം തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ റിസോഴ്സ് പേഴ്സൺ സംസ്ഥാന സർക്കാരിൻ്റെ നാളിതുവരെയുള്ള വികസന നേട്ടങ്ങൾ വീഡിയോ പ്രസന്റേഷനിലൂടെ അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KL നിഷ അമ്പലപ്പാറ പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ചു. 40,000-ലധികം ജനസംഖ്യയും ഭൂവിസ്തൃതി കൂടിയതുമായ പഞ്ചായത്തിലെ ജനങ്ങളുടെ വലിയ പ്രശ്നമായിരുന്നു കുടിവെള്ള ലഭ്യതയുടെ പരിമിതി. ഇത് പരിഹരിക്കാനായി സമഗ്ര കുടിവെള്ള പദ്ധതി നടപ്പാക്കി ജലലഭ്യത ഉറപ്പുവരുത്താൻ കഴിഞ്ഞു. അമ്പലപ്പാറ മുരുക്കുംപറ്റ സെൻ്ററുകളിൽ വാട്ടർ ATMകൾ സ്ഥാപിച്ചു. വിപുലമായ വികസന നേട്ടങ്ങൾ കൈവരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്കായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ക്രിയേറ്റീവ് മൂവ്മെന്റ് പട്ടാമ്പിയുടെയും വടനംകുറിശി ആരംഭിക ഗ്രന്ഥശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വടനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിത്രകലാ ശിബിരം സംഘടിപ്പിക്കും. ഒക്ടോബർ 11 ശനിയാഴ്ച കാലത്ത് 9:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ചിത്രകലാ ശിബിരം സംഘടിപ്പിച്ചിട്ടുള്ളത്. പരിപാടിയോടനുബന്ധിച്ച് ചിത്ര പ്രദർശനവും അനുമോദന സദസ്സും സംഘടിപ്പിക്കും. പ്രാദേശിക കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലൊരു ശിബിരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇഷ്ടചിത്രങ്ങൾ വാങ്ങാനുള്ള അവസരം സംഘടക സമിതി ഒരുക്കിയിട്ടുണ്ട്. മാറ്റൊലി. ചെറുപ്രായം മുതലേ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകണമെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ലൈംഗിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന നിരീക്ഷണവും പ്രസക്തമാണ്. നിങ്ങൾ ഇതിനോട് എത്രമാത്രം യോജിക്കുന്നു? മാറ്റൊലിയിലേക്ക്.
ഇന്നത്തെ കാലത്ത് ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം എന്താ വെച്ചാൽ കുട്ടികളിൽ വരുന്ന ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് കുട്ടികൾക്ക് പഠിക്കാൻ കഴിയും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ചൂഷണങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ കുട്ടികൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന കുട്ടികൾക്ക് അതിനെ ചെറുത്ത് നിൽക്കാൻ കഴിയും. ശരീരപരിധി എന്താണെന്ന് മനസ്സിലാക്കാൻ മറ്റുള്ളവരുടെ ചൂഷണങ്ങളിൽ നിന്ന് മാറാനുള്ള നല്ലൊരു ഉദ്ദേശം തന്നെയാണ്. ഇതൊരു അശ്ലീലമായിട്ടല്ല, പക്ഷെ നല്ല രീതിയിൽ ഇത് പഠിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അങ്ങനെയൊരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരാവശ്യമില്ലെന്നാണ് എൻ്റെ വാദം. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഇത്രയും പുരോഗമിച്ചൊരു കാലഘട്ടത്തിൽ ഒരു വിരൽത്തുമ്പിൽ എല്ലാ വിവരങ്ങളും അറിയാൻ കഴിയുന്നൊരു കാലത്ത് എന്ത് വിദ്യാഭ്യാസമാണ് ഇവർക്ക് കൊടുക്കേണ്ടത്? എല്ലാം അവർക്കറിയാം. സംഭവിച്ചത് മറ്റൊന്നാണ് ദുരന്തം. പണ്ട് അധ്യാപകരെ പേടിയുണ്ടായിരുന്നു, ചൂരൽവടിയെ പേടിയുണ്ടായിരുന്നു, രക്ഷിതാക്കളെ ഭയമുണ്ടായിരുന്നു, മുതിർന്നവരെ ഭയമുണ്ടായിരുന്നു. അവരെയൊന്നും ഭയമില്ലാത്ത, മർദ്ദിച്ചാൽ കേസെടുക്കുന്ന, മര്യാദക്കൊന്ന് ചീത്ത പറഞ്ഞാൽ കേസെടുക്കുന്ന നിയമത്തിൻ്റെ മാറ്റം ഒരു പരിധിവരെ കുറേ കുട്ടികൾക്ക് ധൈര്യം പകർന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി വരും വരായികകൾ അവർ ചിന്തിക്കുന്നില്ല. എന്ത് സംഭവിച്ചാലും അപ്പം നേരിടാം, വരുന്നിടത്ത് കാണാമെന്നുള്ള രീതിയിൽ ഒരു മുൻകരുതലില്ലാത്ത ചിന്തകളും ആയി മുന്നോട്ട് തൂങ്ങിയാണ് ഒരു തലമുറ. എല്ലാവരും എന്ന് ഞാൻ പറയില്ല, ഒരു വിഭാഗം അങ്ങനെ ആയിരിക്കുന്നു. ആരെയും ഭയമില്ലാതെ പരസ്യമായി ചേഷ്ടകൾ നടത്താൻ തയ്യാറുള്ള ഒരു തലമുറ ഉണ്ടായിരിക്കുന്നു. ഇതിന് മാറ്റം വരണം. ഈ മാറ്റം വരണമെങ്കിൽ ഈ കുട്ടികളെ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു നിയമസംഹിതയും അതോടൊപ്പം തന്നെ കൊച്ചു പ്രായം മുതൽ ഇവരെ ഉപദേശിച്ച് നന്നാക്കണമെങ്കിൽ എന്താണ് ഇതിൻ്റെ വരും വരായങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസത്തിലല്ല, രക്ഷിതാക്കളിൽ നിന്നും അവരുടെ മുത്തശ്ശന്മാരിൽ നിന്ന് ഇല്ലാതെ പോയ ആ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ആ ഒരു പഴയ ചരിത്രത്തിൻ്റെ പാഠങ്ങളിലേക്ക് പുതിയ തലമുറ എത്തിച്ചേർന്നാൽ തന്നെ പുതിയ തലമുറയെ നന്നാക്കിയെടുക്കാൻ ഒരു പരിധി വരെ കഴിയൂ. പ്രധാന വാർത്തകൾ വീണ്ടും. റഷ്യയിൽ മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ യുവതി ഉൾപ്പെടെ 2 പ്രതികളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് പിടിയിലായത് കോഴിക്കോട് സ്വദേശിനി ഫിദ ഫാത്തിമയും മലപ്പുറം സ്വദേശി അഹമ്മദ് അജ്നാസും. അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരത്തിൽ 6 കോടി തട്ടിപ്പ് നടത്തിയതായും കൂടുതൽ പരാതികൾ വരാൻ സാധ്യതയുണ്ടെന്നും പോലീസ്. വാണിയംകുളത്ത് CPM DYFI പ്രവർത്തകരുടെ ആക്രമണത്തിനിരയായ മുൻ DYFI നേതാവിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. മർദ്ദനമേറ്റ വിനേഷിന്റെ തലച്ചോറിൽ തീവ്രമായ രക്തസ്രാവമുണ്ടായിരുന്നുവെന്ന് ന്യൂറോ സർജൻ. വാണിയംകുളത്ത് വിനേഷിനു നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയകുമാർ. അക്രമം കടും കൈയായിപ്പോയെന്നും പ്രതികളെ പാർട്ടി സംരക്ഷിക്കില്ലെന്നും വിശദീകരണം. DYFI നേതൃത്വത്തിലെ മികച്ച പ്രവർത്തകനാണ് വിനേഷ് എന്നും പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന ആളാണെന്നും എവിടെയാണെങ്കിലും ക്രിമിനൽ സ്വഭാവം അംഗീകരിക്കാൻ കഴിയില്ലെന്നും CPIM നേതാവ് PK ശശി. വിനേഷിനെ ആക്രമിച്ച CPM DYFI പ്രവർത്തകരായ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ്. ക്ഷീരകർഷകരുടെ ഉന്നമനത്തിനായി സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയായ പാലക്കാട് ക്ഷീരമേഖലയിൽ വിപ്ലവകരമായ മുന്നേറ്റമാണ് നടത്തുന്നതെന്നും മന്ത്രി. ജില്ലാ ക്ഷീരകർഷക സംഗമം തേങ്കുറിശ്ശിയിൽ സമാപനം. ശബരിമല സ്വർണ്ണപ്പാളി മോഷണം KPCC ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപക പ്രതിഷേധം. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല. കലുങ്ക് സംവാദം പരിപാടിയിൽ വിവാദ പരാമർശങ്ങൾ ആവർത്തിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നപുംസക പരാമർശത്തിനു പിറകെ സിനിമാ ഡയലോഗ് മാതൃകയിലുള്ള പരാമർശങ്ങളും വിവാദമാകുന്നു. കേന്ദ്രമന്ത്രിയുടെ പരാമർശങ്ങൾക്കെതിരെ പാലക്കാട് നഗരത്തിൽ കോൺഗ്രസ് പ്രതിഷേധം. മങ്കര പഞ്ചായത്തിലെ വികസന സദസ്സിൽ നിന്നും വിട്ടുനിന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും UDF അംഗങ്ങളും. കേരളം ഏത് രംഗത്ത് നോക്കിയാലും ഒന്നാമതാണെന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ജനങ്ങളെ ചേർത്തുപിടിച്ച സർക്കാരാണ് ഇതെന്നും പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V സേതുമാധവൻ. വികസന മുരടിപ്പെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം വരെ സമരം നടത്തിയവരാണ് വികസന സദസ്സ് നടത്തുന്നതെന്നും വികസനത്തിന് താൻ എതിരല്ലെന്നും മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ്. ഷൊർണൂർ നഗരസഭയ്ക്ക് ഭവന നിർമ്മാണ പദ്ധതിക്കായി 25 സെന്റ് സ്ഥലം സംഭാവന നൽകി പരുത്തിപ്ര ചേത്തലമനയിൽ ഡോക്ടർ CM നീലകണ്ഠനും ഭാര്യ KP ശ്രീദേവിയും. ലൈഫ് മിഷന്റെ മനസ്സോടിത്തിരി മണ്ണ പദ്ധതിയിൽ സംഭാവനയായി ലഭിച്ച 25 സെന്റ് സ്ഥലത്ത് ഭവന പദ്ധതികൾക്ക് ഞായറാഴ്ച തറക്കല്ലിടും. നഗരസഭയ്ക്ക് സ്ഥലം നൽകിയതിൽ അതിയായ ചാരിതാർത്ഥ്യമുണ്ടെന്ന് CM നീലകണ്ഠൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.